കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും മറുപടിയുമായി ഡിവൈഎഫ്ഐ. വയനാട് ടൗൺഷിപ്പിൽ 100 വീടുകളുടെ സ്പോൺസർഷിപ്പ് തുകയായി കൈമാറിയ 20 കോടി കൈമാറിയ രേഖകൾ പുറത്തുവിട്ട് ഡിവൈഎഫ്ഐ. കണക്കുകൾ വ്യക്തമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രേഖകൾ സഹിതം ഫേസ്ബുക്കിലൂടെ ഡിവൈഎഫ്ഐ മറുപടി നൽകിയത്. വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, ഇപ്പോൾ ഡിവൈഎഫ്ഐ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ കണക്കെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക, എന്തായാലും ഡിവൈഎഫ്ഐ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് കൈമാറിയ 20 കോടി രൂപയുടെ കണക്കിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ലീഗ് സൈബർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സൈബറിൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും അണികൾ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അത് ഡിവൈഎഫ്ഐയോട് ആരായുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഒന്നത് CMDRF നൽകിയ തുകയ്ക്ക് എന്തിനെ PIU റെസീറ്റ് എന്ന ചോദ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നത്. നമുക്കറിയാം, ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആദ്യം ഇത്തരത്തിൽ CMDRF പണങ്ങൾ സഹായങ്ങൾ വാങ്ങിച്ചതെങ്കിൽ പിന്നീട് അത് സ്പോൺസർഷിപ്പിലേക്ക് ടൗൺഷിപ്പ് എന്ന ആശയം വരികയും അതൊരു ടൗൺഷിപ്പിലേക്ക് കടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സ്പോൺസർഷിപ്പ് എന്ന ആശയം ഉയർന്നു വന്നത്. ഈ സാധ്യതയാണ് ഡിവൈഎഫ്ഐ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിലയുണ്ടായിരുന്നത്. ഡിവൈഎഫ്ഐയും അതിനൊപ്പം തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിയും ചേർന്ന ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പിടുകയായിരുന്നു. പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറും ഈ ത്രികക്ഷി കരാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം ആരംഭിച്ച ജില്ലാ കളക്ടറുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ഡിവൈഎഫ്ഐ 20 കോടി കൈമാറിയത് എന്നുള്ള കാര്യം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഇന്ന് ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ തുകയും അതിലെ ചെലവുകളും ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഈ ഉത്തരവിൽ പ്രകാരമുണ്ട്. അതും ഇത്തരത്തിൽ ഈ ഫേസ്ബുക്ക് പേജിൽ VK സനോജ് പറയുന്നുണ്ട്. ഒപ്പം മറ്റൊരു ചോദ്യം ഉയർന്നത് ഈ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ലീഗ് അണികളുടെയും സൈബർ ഇടങ്ങളിൽ ഉയർന്നു വന്ന ചോദ്യം, 2 ചെക്ക് നൽകിയെങ്കിൽ അത് മാറിയോ എന്നുള്ളതാണ് അടുത്ത സംശയം. ജില്ലാ കളക്ടറുടെ പേരുള്ള ടൗൺഷിപ്പ് പ്രൊജക്ടിന്റെ അക്കൗണ്ടിൽ പണം ലഭിച്ചതിന്റെ രേഖകൾ അത് നൽകിയാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ തന്നെ ഈ തുക നൽകിയതിന്റെ റിസിപ്റ്റ് അടക്കം ഈ ത്രികക്ഷി കരാറിന്റെ ഫോട്ടോയടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫേസ്ബുക്ക് പേജിൽ കുറിപ്പ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അക്കൗണ്ടിലേക്ക് പണം കൈമാറിയ രേഖകൾ അത് കൃത്യമായി തന്നെ ഈ ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം ഉണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. മറ്റൊരു ചോദ്യം ഉയർന്നു വന്നത് 20 കോടി കൃത്യമായി 20 കോടി മാത്രം എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്ക് നൽകാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ്. അതിൽ 20 ലക്ഷം രൂപ ഒരു വീടിന്റെ സ്പോൺസർഷിപ്പ് തുകയായി സർക്കാർ നിശ്ചയിക്കുന്ന പ്രൊജക്ടിൽ 100 വീടുകൾ നൽകുന്ന ഒരു സ്പോൺസർ 20 കോടി റൗണ്ടാക്കി നൽകേണ്ടതില്ലേ എന്നുള്ള ചോദ്യമാണ് VK സനോജ് ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 20 വീടുകൾക്കുള്ള ഇത്തരത്തിൽ 20 കോടി എന്നത് ടൗൺഷിപ്പിലെ 100 വീടുകൾക്കുള്ള സ്പോൺസർഷിപ്പ് തുക മാത്രമായാണ് ഡിവൈഎഫ് ഇത്തരത്തിലുള്ള കണക്ക് അത് കൃത്യമായ രീതിയിൽ തന്നെ ഓടിച്ചടക്കം നടത്തുന്ന കണക്കിനെയാണ് ഈ ലീഗ് അണികളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അണികളും ചോദ്യം ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ കോൺഗ്രസ് നൽകിയ തുക, കോൺഗ്രസ് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് രൂപീകരിച്ചിരുന്നു. ആ ആപ്പിലെ തുക എവിടെയാണ്? കോൺഗ്രസിന്റെ ആപ്പ് എവിടെ? തിരിച്ച തുക എത്ര? ഈ കോൺഗ്രസ് പറയുന്ന തറക്കല്ലിട്ട പണിയുമെന്ന് പോലും ഉറപ്പില്ലാത്ത വീടുകളുടെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ് എന്നുള്ള കാര്യവും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡിവൈഎഫ്ഐ ആരായുന്നുണ്ട്.